നമസ്കാരം. പുറമേക്ക് എല്ലാം ശാന്തമാണ് എന്ന് തോന്നുമെങ്കിലും CPM-നകത്ത് പൊട്ടിത്തെറി നടക്കുന്നു. ഒരു അഗ്നിപർവ്വതം പുകയുന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. CPM-നകത്ത് എന്ത് തന്നെ സംഭവിച്ചാലും അത് പുറം ലോകത്തെത്തുമ്പോൾ എല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞൊഴിയുവാനാണ് CPM-ന്റെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും അണികളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിന് ശേഷം CPI ഉൾപ്പെടെയുള്ളവർ CPM-ന്റെ മുഖത്തു നോക്കി പറഞ്ഞിരിക്കുന്നു, ഇത് CPM-ന്റെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും കെടുകാര്യസ്ഥതയ്ക്കും കിട്ടിയ തിരിച്ചടി തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം. അതിൻ്റെ പ്രധാന ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ളതാണ് CPI പോലുള്ള ഘടകകക്ഷികൾ ആക്ഷേപമുയർത്തിയിരിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് ഒരു ഘടകം മാത്രമല്ല, നിരവധി ഘടകങ്ങളുണ്ട് എന്നാണ് പിന്നീട് ചേർന്ന CPM-ന്റെയും ഇടതുപക്ഷത്തിൻ്റെയും അവലോകന യോഗങ്ങൾ വിലയിരുത്തിയത്. ബൂത്ത് തലം മുതൽ അങ്ങ് കേന്ദ്ര കമ്മിറ്റി വരെ ചേർന്ന അവലോകന യോഗത്തിൽ കൃത്യമായ കാര്യങ്ങൾ അടയാളപ്പെടുത്തി. ഇതിൽ എടുത്തു പറഞ്ഞത് പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നുപോയി, പാർട്ടിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. ഇതിന് പാർട്ടിയുടെ മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ LDF കൺവീനർ അടക്കം എല്ലാവർക്കും പങ്കുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഏറ്റവും കൂടുതൽ ആരോപണത്തിന് മുൾമുന്നെ ചെന്ന് നിന്നത് CPM-ന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനിലേക്കും LDF-ന്റെ കൺവീനറായ EP ജയരാജനിലേക്കും തന്നെയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെയാണ് EP ജയരാജൻ ഒരു ബോംബ് പൊട്ടിച്ചത്. അതായത് BJP-യുടെ കേരള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തൻ്റെ മകൻ്റെ വീട്ടിൽ വച്ചായിരുന്നു കൂടിക്കാഴ്ച. എന്നാൽ താൻ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ ജാവ്ദേക്കർ വന്നു. തൻ്റെ വീട്ടിൽ കയറി വരുന്ന ഒരാളോട് ആതിഥേയ മര്യാദ അനുസരിച്ച് ഇരിക്കുവാൻ പറഞ്ഞു. എന്നാൽ ഒരു ചായ കുടിക്കാൻ പോലും സമയമുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ വഴിക്ക് പോയി, പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തിൻ്റെ വഴിക്കും പോയി എന്നാണ് തെരഞ്ഞെടുപ്പ് ദിവസം EP ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത്. ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം 8 നിലയിൽ തോക്കുവാനുള്ള, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് പൊട്ടുന്ന അമിട്ട് പോലെ CPM-ന്റെ തോൽവി 8 നിലയിൽ പൊട്ടിത്തീർക്കുവാൻ വേണ്ടി ജയരാജൻ ഒരു കളമൊരുക്കിയതാണ്, ബോംബ് വച്ചതാണ് എന്നാണ് CPM വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഏത് വിധേനയും EP ജയരാജനെ മാറ്റണം എന്ന് തന്നെയാണ് CPM-ന്റെ താഴെ തട്ട് മുതൽ മുകളിൽ തട്ട് വരെ ഉണ്ടായ ആരോപണങ്ങളും ആവശ്യങ്ങളും. എന്നാൽ EP ജയരാജനെതിരെ ഏതെങ്കിലും തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടാക്കി പുറത്തു കളയുവാനാണ് പിണറായി വിജയന്റെയും CPM-ന്റെയും ശ്രമം എങ്കിൽ തീർച്ചയായും പിണറായി വിജയനും CPM-ലെ സമുന്നതരായ നേതാക്കളടക്കം CPM-നെയും വലിച്ച് തെരുവിലിട്ട് കത്തിച്ചിട്ട് EP ജയരാജൻ പോകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ EP പക്ഷം തുറന്നടിക്കുന്നത്. EP ജയരാജനെ മറികടന്നുകൊണ്ടാണ് പിണറായി വിജയൻ MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയാക്കിയത്. ഇതിൽ തന്നെ EP ജയരാജന് വലിയ കലിപ്പുണ്ടായിരുന്നു, പിണറായിയോട് തീർത്താൽ തീരാത്ത അമർഷമുണ്ടായിരുന്നു. എന്നാൽ EP ജയരാജന്റെ BJP-യുമായുള്ള ചില ബന്ധങ്ങൾ പിണറായി വിജയൻ അറിയാമായിരുന്നു. മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമയ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് EP ജയരാജന്റെ വൈദേകം റിസോർട്ട് നടത്തിയ ചില ഇടപാടുകളെല്ലാം പിണറായി വിജയൻ കൃത്യമായി തന്നെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിന് പിണറായി വിജയൻ തടയിടാതിരുന്നത് BJP-യിലേക്ക് EP ജയരാജൻ വഴി ഒരു പാലമിടുവാൻ പിണറായി നിശ്ചയിച്ചിരുന്നു. അതിൻ്റെ ഫലമായി തന്നെയാണ് EP ജയരാജനെ ഉപയോഗിച്ച് അത്തരം ചില കളികൾ നടത്തിയത് എന്നാണ് ഇപ്പോൾ പിന്നാമ്പുറ വർത്തമാനങ്ങൾ. അതായത് പ്രകാശ് ജാവ്ദേക്കറുമായി EP ജയരാജൻ സംസാരിച്ച കാര്യം വരെ പിണറായി വിജയന്റെ ആസൂത്രിതമായ നീക്കമായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിന്റെ പേരിൽ EP ജയരാജനെ ഏതെങ്കിലും വിധത്തിൽ CPM-ൽ നിന്നും പടിയിറക്കാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെ വലിച്ചു പുറത്തിട്ട് കത്തിച്ചിട്ട് EP ജയരാജൻ പോകുകയുള്ളൂ എന്നാണ് EP പക്ഷം ഇപ്പോൾ തുറന്നടിക്കുന്നത്. പിണറായി വിജയൻ അടക്കമുള്ള ചില ആളുകളുടെ രാഷ്ട്രീയ രഹസ്യങ്ങൾ, സാമ്പത്തിക രഹസ്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി EP-യോളം മറ്റാർക്കും CPM-ൽ അറിയില്ല എന്നുകൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വർത്തമാനങ്ങൾ. അതുകൊണ്ട് തന്നെ EP ജയരാജനെ ഏതെങ്കിലും വിധത്തിൽ പിണക്കി പാർട്ടിയിൽ നിന്ന് പുറന്തള്ളാം എന്ന് MV ഗോവിന്ദനോ പിണറായി വിജയനോ മറ്റാരെങ്കിലുമോ ധരിക്കുന്നുണ്ടെങ്കിൽ അത് അസ്ഥാനത്താണ്. ആരെങ്കിലും അത്തരം ഒരു നടപടി എടുക്കുകയാണെങ്കിൽ EP ജയരാജൻ ഇവരെ എല്ലാവരെയും കൃത്യമായി തന്നെ വലിച്ചു പുറത്തിടും. ഇവരുടെ കള്ളത്തരം ജനങ്ങൾക്ക് മുമ്പിൽ വെളിവാക്കി EP ജയരാജൻ CPM-ന്റെ പടിയിറങ്ങുകയുള്ളൂ. CPM-ന് തീവച്ചിട്ടായിരിക്കും EP ജയരാജൻ പുറത്തിറങ്ങുക എന്ന് തന്നെയാണ് EP-യോട് ചേർന്ന വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. MV ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ വിശ്വസ്തൻ എന്ന രീതിയിലാണ് പിണറായി വിജയൻ MV ഗോവിന്ദനെ പാർട്ടിയുടെ സെക്രട്ടറി ആക്കിയത്. എന്നാൽ അതിപ്പോൾ തനിക്ക് വലിയ പാരയായി മാറുന്ന കാഴ്ചയാണ് പിണറായി വിജയൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയെ നയിക്കുന്ന സീതാറാം യെച്ചൂരിയായി MV ഗോവിന്ദൻ വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു. സീതാറാം യെച്ചൂരിയുമായി കൂട്ടുചേർന്ന് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെ അട്ടിമറിക്കാൻ തന്നെയാണ്
MP ഗോവിന്ദന്റെ പരിപാടി എന്ന് തന്നെയാണ് പിണറായി മണത്തറിഞ്ഞിരിക്കുന്നത്. കാരണം ആദ്യം EP ജയരാജനെ പുറത്താക്കുക, അതിനുശേഷം മെല്ലെ മെല്ലെ യെച്ചൂരിയുടെ സ്വാധീനത്തോടുകൂടി പിന്തുണയോടുകൂടി പിണറായി വിജയനെയും പാർട്ടിയിൽ നിന്നും നിഷ്കാസിതനാക്കുക. ഇത് തന്നെയാണ് ഗോവിന്ദന്റെ ലക്ഷ്യം എന്ന് പിണറായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. സീതാറാം യെച്ചൂരി കൃത്യമായി തന്നെ ഇതിന് കരുക്കൾ നീക്കുന്നു. അതിന്റെ പരിണിത ഫലമായി തന്നെയാണ് ഗോവിന്ദൻ ഇപ്പോൾ കളം മാറ്റി ചവിട്ടിയിരിക്കുന്നത്. മാത്രമല്ല, ഇനി വരുന്ന നാളുകളിൽ CPM-നെ നയിക്കേണ്ടതും CPM-ന്റെ മുഖ്യമന്ത്രി ആയിരിക്കേണ്ടതും MP ഗോവിന്ദൻ ആയിരിക്കണം എന്നൊരു ധാരണ ഗോവിന്ദനുമുണ്ട്. അത് യെച്ചൂരി ഗോവിന്ദന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്ന് തന്നെ അറിയുമ്പോൾ തീർത്തും കേരളത്തിലെ CPM-ന്റെ സമവാക്യങ്ങൾ മാറുന്നു. ഇതുകൊണ്ട് തന്നെ EP ജയരാജനെ ചേർത്ത് പിടിക്കുവാൻ തന്നെ ഇപ്പോൾ പിണറായി വിജയൻ മെനക്കെടുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം CPM-നകത്ത് പിണറായി വിജയന്റെ പഴയ അപ്രമാദിത്വമില്ല. പാർട്ടിയെയും ഭരണത്തെയും കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന, ചോദ്യം ചെയ്യാനാവാത്ത ശക്തിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ പാർട്ടിയിൽ തീർത്തും ദുർബലനായിരിക്കുന്നു. ഈ അവസ്ഥയിലാണ് കേന്ദ്ര കമ്മിറ്റിയുടെയും സീതാറാം യെച്ചൂരിയുടെയും പിന്തുണയോടുകൂടി MP ഗോവിന്ദൻ ചില കള്ള കരുക്കൾ നീക്കുന്നത് എന്നാണ് പിണറായി വിജയൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഗോവിന്ദന് മുഖ്യമന്ത്രി ആവണം, അല്ല എന്നുണ്ടെങ്കിൽ CPM-ന്റെ പ്രഖ്യാപിത നയങ്ങളനുസരിച്ചിട്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആരായിരിക്കുന്നുവോ അയാളാണ് പിന്നീട് CPM-ന്റെ മുഖ്യമന്ത്രിയാകുക എന്നുള്ളൊരു കീഴ്വഴക്കം അനുസരിച്ചുകൊണ്ട് തന്നെ ഗോവിന്ദൻ കരുക്കൾ നീക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന് കൃത്യമായി തന്നെ കേന്ദ്ര കമ്മിറ്റിയുടെയും സീതാറാം യെച്ചൂരിയുടെയും എല്ലാം പിന്തുണയുണ്ട് എന്നറിയുമ്പോൾ പിണറായി തെല്ലൊന്ന് വിയർക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്ത് തന്നെയായാലും CPM-നകത്ത് പടപ്പുറപ്പാട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. CPM ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് നീങ്ങുന്നു. ഏതെങ്കിലും കാരണവശാൽ MP ഗോവിന്ദനോ പിണറായി വിജയനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് വശംവദരായിക്കൊണ്ട് EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നോ CPM-ൽ നിന്നോ പുറന്തള്ളുവാൻ ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ CPM-ലെ MP ഗോവിന്ദനും പിണറായി വിജയനും അടക്കമുള്ള സമുന്നതരായ നേതാക്കളെ വലിച്ചു പുറത്തിട്ട് കത്തിച്ചിട്ട് EP ജയരാജൻ പടിയിറങ്ങുകയുള്ളൂ എന്ന് തന്നെയാണ് EP ജയരാജൻ പക്ഷം ഇപ്പോൾ തുറന്നടിക്കുന്നത്. MP ഗോവിന്ദന്റെ മകനുമായി ഉണ്ടായിട്ടുള്ള ചില സാമ്പത്തിക ക്രമക്കേടുകളും അതേ തുടർന്ന് MP ഗോവിന്ദന്റെ മകൻ പ്രതിസന്ധിയിലായ കാര്യമെല്ലാം EP ജയരാജൻ പക്ഷം രഹസ്യമായി തന്നെ സൂചിപ്പിക്കുന്നു. ഇത്തരം ചില കാര്യങ്ങൾ പരസ്യ വിചാരണ നേരിടേണ്ടതായി വരും. MP ഗോവിന്ദൻ തീർത്തും പാർട്ടിയിൽ നിഷ്പ്രഭനായി പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ EP ജയരാജന്റെ പക്കലുണ്ട്. പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ വഴിവിട്ട സാമ്പത്തിക ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ EP ജയരാജന് അറിയാം. ഏതെങ്കിലും തരത്തിൽ EP ജയരാജനെതിരെ ഒരു കരുനീക്കം നടക്കുകയാണെങ്കിൽ ഇതെല്ലാം വലിച്ചു പുറത്തിട്ട് CPM-ന്റെ തലയിൽ തീയിട്ടിട്ട് മാത്രമേ EP ജയരാജൻ CPM-ൽ നിന്നും പടിയിറങ്ങുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും CPM-ൽ ഒരു പൊട്ടിത്തെറി ഉടനെ ഉണ്ടാകും. ഈ പൊട്ടിത്തെറിയിൽ ആരൊക്കെ തെറിക്കും, ആരൊക്കെ അകത്തുണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.